LDF BJP ഡീലെന്ന ആരോപണം പ്രധാന പ്രചരണായുധമാക്കി മുന്നേറുകയാണ് പാലക്കാട്ടെ കോൺഗ്രസ്. CPM BJP ഡീൽ ആരോപണം സ്ഥാനാർത്ഥി രമേശ് പിഷാരടി ഇന്ന് ആവർത്തിച്ചു. 18 വയസ്സ് കഴിഞ്ഞ ആർക്കും പാലക്കാട്ടെ ഡീൽ മനസ്സിലാകുമെന്നായിരുന്നു പിഷാരടിയുടെ പ്രതികരണം. അതൊക്കെ നമുക്ക് വളരെ ചെറിയ ഒരു 18 വയസ്സ് കഴിഞ്ഞൊരു അതിന് പോലും പ്രായമാകാത്ത ആളുകൾക്ക് കണ്ടാൽ മനസ്സിലാവുന്ന കാര്യങ്ങളാണ്. ജനങ്ങൾ ഓൾറെഡി ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. നമുക്ക് പക്ഷേ ഇന്നലെ പറഞ്ഞ പോലെ ജനങ്ങളുമായിട്ടാണ് ഡീല്. ജനങ്ങൾ നമ്മളോട് വലിയ തോതിൽ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നു, സഹകരിച്ചുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ബെനിഫിറ്റ് നമുക്കുണ്ടാവും. എന്ത് ഡീൽ ആരൊക്കെ തമ്മിൽ വെച്ചാലും എപ്പോഴും ഇതിൻ്റെ ഡിസിഷൻ മേക്കേഴ്സ് എന്ന് പറയുന്നത് ജനങ്ങളാണല്ലോ. ജനങ്ങൾ നമ്മളെ ജയിപ്പിച്ച് മുന്നിലേക്ക് വിടുകയാണ് ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ അവരുടെ പിന്തുണ ഇതിനകത്ത് വലിയ കാര്യമാണ്. ഡീൽ കോൺഗ്രസും CPM തമ്മിലാണെന്നാണ് BJPയുടെ മറുപടി. തങ്ങളുടെ പ്രവർത്തകരെ കൊന്ന CPM-മായി ഒരു നീക്കുപോക്കും സാധ്യമല്ലെന്ന് സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. കോൺഗ്രസ് ഈ രാജ്യത്തിൽ ഏറ്റവും നാണമില്ലാത്തൊരു പൊളിറ്റിക്കൽ പാർട്ടീൻ്റെ ഒരു ടൈറ്റിൽ, ഒരു ഗോൾഡ് മെഡൽ ആർക്കെങ്കിലും കൊടുക്കണമെങ്കിൽ അത് കോൺഗ്രസിന് കൊടുക്കണം. കാരണം ഇവർ നുണ പറഞ്ഞ് പ്രചരിപ്പിച്ച് രാഷ്ട്രീയം ചെയ്യുന്ന ഒരു ഒറ്റ പാർട്ടിയാണ്. അതിൻ്റെ ഒരു B ടീമായിട്ട് മാറുന്നു CPM-ഉം BJP-യും തമ്മിൽ ഒരു അന്തർധാരണേൻ്റെ എന്താണ് അതിൻ്റെ ഒരു പോസിബിലിറ്റി? 0%. ഞങ്ങൾ എത്ര പ്രവർത്തകരെ കൊന്ന ഒരു പാർട്ടിയല്ലേ CPM. പിന്നെ എങ്ങനെയാണ് BJP-യും CPM തമ്മിലൊരു അന്തർധാരണ? ഇത് കോൺഗ്രസും CPM തമ്മിലാണ്. അത് ഓപ്പൺ സീക്രട്ടാണ്. കോൺഗ്രസ് BJP ആരോപണങ്ങൾ തള്ളുകയാണ് CPM. VD സതീശന്റേത് നുണപ്രചരണമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പ്രതികരിച്ചു. പാലക്കാട് സ്ഥാനാർത്ഥി വ്യവസായിയാണ്, അത് CPM BJP ഡീലെന്നാണ് പ്രതിപക്ഷ നേതാവ് കഴിഞ്ഞ ദിവസം ഉന്നയിച്ചത്. അത് നുണ പറയുന്ന നോബൽ സമ്മാനം കിട്ടാൻ വേണ്ടി അയാൾ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുക ഓരോ ദിവസവും ഓരോ നുണ. ഒരു നുണയല്ല, 8-9 നുണയാണ് ഓരോ ദിവസം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് സതീശൻ്റെ കാര്യത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പ്രതികരിക്കേണ്ട കാര്യമില്ല. അദ്ദേഹം രാവിലെ മുതൽ രാത്രി വരെ നുണ പറയുന്ന ഒരു പ്രതിപക്ഷ നേതാവായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് അതിനൊന്നും തള്ളിക്കളി അസംബന്ധമാണെന്ന്, കളവാണെന്ന്, നുണയാണെന്ന്. പിന്നെ വേറെന്താ പറയണ്ടേ? ഇക്ബാൽ അറക്കൽ, അർജുൻ കല്യാട് എന്നിവരുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ആദ്യം ഇക്ബാൽ അറക്കലിലേക്ക്. ഇക്ബാൽ, ഡീൽ ആരോപണത്തെ തള്ളുകയാണ് BJP CPM. എന്നാൽ ഡീൽ ആരോപണത്തിൽ ഉറച്ചു നിൽക്കുകയാണ് പാലക്കാട്ടെ സ്ഥാനാർത്ഥിയടക്കം. പാലക്കാട്ട് ഒരു ദുർബലനായ സ്ഥാനാർത്ഥിയാണെന്നുള്ളതാണ് കോൺഗ്രസ് പറയുന്നത്. പക്ഷേ CPM അത് സമ്മതിക്കുന്നില്ല. ഇടതുപക്ഷത്തിന്റെ വിജയം കണ്ട് ഹാലിളകിയാണ് ഡീൽ ആരോപണം എന്നുള്ളതാണ് CPM-ന്റെ ആക്ഷേപം. എന്താണ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയും കോൺഗ്രസും ഈ ഡീൽ ആരോപണവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണോ തീരുമാനം? ഇക്ബാൽ അറക്കൽ. അരുൺകുമാർ, അതായത് പാലക്കാട്ടെ കോൺഗ്രസും കോൺഗ്രസ് നേതാക്കളും ഈ CPM BJP ഡീൽ ആരോപണം തന്നെയാണ് പ്രധാന പ്രചാരണായുധമാക്കി പാലക്കാട്ട് ഇത്തവണയും മുന്നോട്ട് വെക്കുന്നത്. കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകളിലെല്ലാം ഇത്തരത്തിലുള്ള ഡീൽ ആരോപണം ഉണ്ടായിരുന്നു. പക്ഷേ അന്ന് കോൺഗ്രസിന് ഒരു ക്ലീൻ ഇമേജോട് കൂടിയാണ് പാലക്കാട്ടേക്ക് വന്നത്. പക്ഷേ ഇത്തവണ കോൺഗ്രസ് പാലക്കാട്ട് മത്സരിക്കാൻ വേണ്ടി എത്തുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള ചില നാണക്കേടുകൾ കോൺഗ്രസിനുണ്ട്. അതിനിടയിലാണ് ഇപ്പോൾ ഒരു രാഷ്ട്രീയ ആയുധമാക്കി അവർക്ക് ഈ ഡീൽ ആരോപണം ലഭിച്ചിട്ടുള്ളത്. അത് പരമാവധി ഒരു പ്രചരണായുധമാക്കുക എന്നൊരു നീക്കത്തിലേക്ക് കോൺഗ്രസ് കടക്കുന്നുണ്ട്. ഇതുവരെയും പാലക്കാട്ടേക്ക് എത്തി കൃത്യമായിട്ടൊരു രാഷ്ട്രീയം പറഞ്ഞു തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല പിഷാരടി. പരമാവധി ജനങ്ങളെ കണ്ട് ജനകീയമായിട്ടുള്ള ഒരു പ്രചരണ രീതിയായിരുന്നു നടത്തിയത്. പക്ഷേ ഇപ്പോഴിതാ പിഷാരടി റിപ്പോർട്ടർ TVയിലൂടെ തന്നെ കൃത്യമായി ഈ ഡീൽ ആരോപണത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു പ്രതികരണം നടത്തുകയും ചെയ്തിട്ടുണ്ട്. ഈ BJP-യും CPM-ഉം തമ്മിൽ ഒരു ഡീല് പാലക്കാട് ഉണ്ട് എന്നുള്ളത് പിഷാരടി ഉറപ്പിച്ച് പറയുകയാണ്. അത് 18 വയസ്സ് പോലും ആവാത്ത പല ആളുകൾക്കും പാലക്കാട് ഈ കാര്യങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. പക്ഷേ ഇതൊന്നും പാലക്കാട് വില പോവില്ല. പാലക്കാട്ടെ ജനങ്ങളുമായി കോൺഗ്രസ് ഒരു ഡീൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ഡീലിന്റെ ഭാഗമായിക്കൊണ്ട് പാലക്കാട്ടെ ജനങ്ങൾ തങ്ങൾക്ക് ഇത്തവണയും വിജയം നൽകുമെന്നൊരു പ്രതീക്ഷയുണ്ട് എന്നുള്ളതാണ് രമേശ് പിഷാരടി ഇന്ന് പറയുകയും ചെയ്തിട്ടുള്ളത്. പാലക്കാട്ടെ കോൺഗ്രസ് നേതാക്കളും ഈ ഡീൽ ആരോപണം അത് ശക്തിയുക്തമായി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു തീരുമാനത്തിലാണ് ഉള്ളത്. ഈ NMR റസാഖിന് സ്ഥാനാർത്ഥിത്വം നൽകിയത് ഇത്തരത്തിൽ BJP വിജയിപ്പിക്കാൻ വേണ്ടിയാണ് എന്നുള്ള കാര്യം ആവർത്തിച്ച് പറയുകയാണ്. ഇന്നലെ ഇത് പ്രസംഗത്തിലും പ്രതികരണത്തിലുമാണെങ്കിൽ ഇപ്പോഴിതാ സാമൂഹ്യ മാധ്യമങ്ങളിലും പല രീതിയിലുള്ള പ്രചരണ പരിപാടികളിലേക്കും ഈ CPM BJP ഡീൽ ആരോപണങ്ങൾ കൊണ്ടും കൊടുത്തിരിക്കുകയാണ്. ഇപ്പോൾ ഇത് തടയിടാൻ വേണ്ടിയുള്ള നീക്കങ്ങൾ CPM-ഉം അതുപോലെ തന്നെ BJP-യും ഇപ്പോൾ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുന്ന രീതിയുണ്ട്. പാലക്കാട് നിന്ന് തന്നെ ഇന്നലെ NMR റസാഖ് ഇതിനൊരു പ്രതികരണം നടത്തിയിരുന്നു. രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ ദിവസം കണ്ടതാണ് ഈ കോൺഗ്രസും BJP-യും തമ്മിലുള്ള ഡീല്. പിന്നെ എന്ത് ഡീലാണ് CPM-ഉമായി കൂട്ടിക്കെട്ടി പറയുന്നതെന്ന് തങ്ങൾക്ക് അറിയില്ല. എന്ത് ഡീലുണ്ടായാലും തങ്ങൾ തന്നെ വിജയിക്കുമെന്നുള്ളായിരുന്നു NMR റസാഖ് ഇന്നലെ ഇതിനൊരു രാഷ്ട്രീയ മറുപടിയും നൽകിയിരുന്നു.